നമസ്കാരം. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ശബരിമല കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായക നീക്കം അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റോടുകൂടി സംസ്ഥാന രാഷ്ട്രീയത്തിലും ഭരണതലത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. CPIM നേതൃത്വവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയുടെ അറസ്റ്റ് അത് ഭരണപക്ഷവുമായി ഈ കേസിനുള്ള ബന്ധത്തെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ശക്തമായ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. എൻ വാസുവിനെ ഈ മാസം 24 വരെ റിമാൻഡ് ചെയ്യുകയും കൂടുതൽ ചോദ്യം ചെയ്യലിനായിട്ട് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു അറസ്റ്റ് അത് ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിട്ട് കണക്കാക്കപ്പെടുന്ന സാഹചര്യത്തിൽ അന്വേഷണം സംസ്ഥാനത്തെ ഉന്നത രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്ക് എത്തുമോ എന്ന ആകാംക്ഷയും നിലനിൽക്കുന്നുണ്ട്. ഈ അറസ്റ്റ് ഒരു വ്യക്തിപരമായിട്ടുള്ള കുറ്റകൃത്യമായി കാണാതെ ദേവസ്വം ഭരണരംഗത്തെ ഗുരുതരമായ വിട്ടുവീഴ്ചയായിട്ടാണ് അന്വേഷണ സംഘം പരിഗണിക്കുന്നത്. ശബരിമല ശ്രീകോവിലിന്റെ കട്ടളപ്പാളിയിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക രേഖകളിൽ തിരിമറി നടത്താൻ മുൻകൈയെടുത്തത് എൻ വാസുവാണെന്ന നിർണായക വിവരം SITക്ക് ലഭിച്ചിരുന്നു. സ്വർണം പൂശിയ പാളികൾ എന്ന് രേഖപ്പെടുത്തുന്നതിന് പകരം ചെമ്പ് പാളികൾ എന്ന് മാത്രം രേഖപ്പെടുത്തി നവീകരണത്തിനുള്ള ശുപാർശ നൽകാനായിട്ട് നിർദ്ദേശം നൽകിയത് അദ്ദേഹമായിരുന്നു. ഈ കൃത്യമായ ഇടപെടൽ സ്വർണത്തിന്റെ അളവും മൂല്യവും സംബന്ധിച്ച വിവരങ്ങൾ മറച്ചുവെക്കാനും അതുവഴി ബോർഡിന് സാമ്പത്തിക നഷ്ടം വരുത്തി പ്രതികൾക്ക് അന്യായമായ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും കാരണമായി എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നു. ഈ രേഖാപരമായിട്ടുള്ള തിരിമറികൾ കേസിൽ വാസുവിനുള്ള നേരിട്ടുള്ള പങ്കാളിത്തം തെളിയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. കൂടാതെ കേസിൽ വാസുവിനെതിരെ മൊഴി നൽകിയവരുടെ വിവരങ്ങളും കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരാണ് എൻ വാസുവിനെതിരെ മൊഴി നൽകിയത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും എൻ വാസുവിനെ അറിയാമായിരുന്നുവെന്ന സുധീഷ് കുമാറിന്റെ മൊഴി അത് ഈ കേസിൽ ഗൂഢാലോചനയുടെ സാധ്യതകൾ ബലപ്പെടുത്തുന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം പാളികൾ കൊടുത്തുവിടാനുള്ള ഇടപെടൽ നടത്തിയത് വാസുവാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഈ മൊഴികളുടെയും രേഖാപരമായിട്ടുള്ള തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് നടന്ന തുടർച്ചയായിട്ടുള്ള 2 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നിലവിലെ അന്വേഷണത്തിന്റെ തുടർച്ചയെന്ന നിലയിൽ കേസിൽ കൂടുതൽ ഉന്നതരെ ചോദ്യം ചെയ്യലിന് വിധേയരാക്കാനുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയാണ്. മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിന് ചോദ്യം ചെയ്യലിനായിട്ട് അടിയന്തരമായി ഹാജരാകാൻ ആവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മുൻപ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അത് പാലിച്ചിരുന്നില്ല. പത്മകുമാറിന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്തതായിട്ട് വിവരമുണ്ട്. എൻ വാസുവിന്റെ കാലയളവിലും അതിനുശേഷവും ദേവസ്വം ഭരണതലത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ചിത്രം ലഭിക്കുന്നതിനായിട്ട് മുൻ ദേവസ്വം മന്ത്രിമാരായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, VN വാസവൻ, കൂടാതെ നിലവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവരെ ചോദ്യം ചെയ്യലിന് വിധേയരാക്കേണ്ടതുണ്ട് എന്ന് പ്രതിപക്ഷവും നിയമവിദഗ്ധരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നുണ്ട്. എൻ വാസുവിന് CPIM നേതൃത്വവുമായിട്ടുണ്ടായിരുന്ന അടുത്ത ബന്ധമാണ് നിലവിലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നത CPIM നേതാക്കളുമായുള്ള അടുപ്പം കാരണം ചില ഘട്ടങ്ങളിൽ ദേവസ്വം ബോർഡിനേക്കാൾ വലിയ അധികാര കേന്ദ്രമായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ രാഷ്ട്രീയ പിൻബലം ഉപയോഗിച്ചാണ് വാസു ഇത്തരം ഗുരുതരമായ ക്രമക്കേടുകൾ നടത്തിയതെന്നും വാസുവിന് ശേഷം വന്ന ദേവസ്വം ബോർഡുകളും ഈ കൊള്ളയുടെ തുടർച്ചയാണ് നടത്തുന്നതെന്നും ആരോപണം ഉയർന്നുണ്ട്. അതിനാൽ സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും നിലവിലെ ദേവസ്വം ബോർഡിനെ മാറ്റി നിർത്തണമെന്നുമുള്ള ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ആവശ്യങ്ങളും ഉയർന്നിട്ടുണ്ട്. മൊത്തത്തിൽ എൻ വാസുവിന്റെ അറസ്റ്റോടുകൂടി ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. റിമാൻഡ് റിപ്പോർട്ടിലെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ കേസിന്റെ നിയമപരമായിട്ടുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ഒരാൾ അറസ്റ്റിലായ സാഹചര്യത്തിൽ ഈ കേസിന്റെ തുടർന്നുള്ള അന്വേഷണം അത് സംസ്ഥാന സർക്കാരിലെ മറ്റ് ഉന്നത വ്യക്തികളിലേക്ക് നീങ്ങുമോ എന്നത് നിർണായകമാണ്. ഈ കേസിൽ സത്യം പുറത്തു കൊണ്ടുവരുന്നതിലൂടെ സംസ്ഥാനത്തെ ദേവസ്വം ഭരണത്തിലെ സുതാര്യതയും വിശ്വാസ്യതയും പുനഃസ്ഥാപിക്കാനാവുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കേസിന്റെ അന്തിമഫലം എന്നും പറയാം.